എടാ, ആ എന്താ പറ. എത്ര നാളായി ഞാൻ പറയണു എനിക്ക് ഉരുളൻ മലയിൽ പോയി നീലക്കുറിഞ്ഞി പൂവെ കാണണമെന്ന്. ഇപ്പോഴാണെങ്കിൽ കാലാവസ്ഥയും കുഴപ്പമില്ല. ശരിയാ, ഈ കാലാവസ്ഥ നല്ലതാ. പക്ഷേ ഇത്ര ദൂരം യാത്ര ചെയ്യുക എന്ന് പറയുന്നത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാ. എല്ലാ വർഷവും ഇത് തന്നെ അല്ലേ പറയുന്നത്? എന്തെങ്കിലുമൊക്കെ ഒഴിവ് കഴിവുകളൊക്കെ പറഞ്ഞ് അവസാനം ഇത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഇത് കുറെ നേരമായല്ലോ നിങ്ങൾ തമ്മിൽ തർക്കിക്കുന്നു. എന്താ പ്രശ്നം? ഇവന് ഉരുളൻ മലയിൽ പോയി നീലക്കുറിഞ്ഞി പൂവിനെ കാണണമത്രേ. അതും നല്ല കാര്യമല്ലേ. ഇപ്പോഴാണെങ്കിൽ മഴയില്ലാത്തത് കൊണ്ട് മലയിൽ വഴുക്കലില്ല, കയറാൻ എളുപ്പമായിരിക്കും. അത് തന്നെയാ ഞാനും അവനോട് പറഞ്ഞത്. പക്ഷേ ഇവന്റെ തലയിൽ കേറണ്ടേ? അത് പിന്നെ ഇത്രയും ദൂരം എനിക്ക് യാത്ര ചെയ്യാനൊന്നും വയ്യ. അടുത്ത വർഷം പോവാം. വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന ഈ നീലക്കുറിഞ്ഞി പൂവെ കാണാൻ ഈ വർഷവും എനിക്ക് ഭാഗ്യമുണ്ടാകുമെന്ന് തോന്നുന്നേയില്ല. ഇപ്പോൾ മനസ്സിലായി എനിക്ക് നിങ്ങളുടെ പ്രശ്നം. ഞാൻ ഒരു കഥ പറയാം. അത് കേട്ടതിന് ശേഷം തീരുമാനിച്ചോ പോകണോ വേണ്ടയോ എന്ന്. അതെന്താ അങ്ങനെ ഒരു കഥ? പറ, കേക്കട്ടെ. ഒരിക്കൽ ഒരു ഹിമപ്രദേശത്ത് കൂട്ടമായി കുറെ പെൻഗ്വിനുകൾ താമസിച്ചിരുന്നു. അവിടെ ഏറ്റവും പ്രായം കുറഞ്ഞ നിഷ്കളങ്കയായ പെൻഗ്വിനാണ് പെഞ്ചു പെൻഗ്വിൻ. പെഞ്ചു പെൻഗ്വിന് പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനും പുതിയ പുതിയ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനും വലിയ ഇഷ്ടമായിരുന്നത്രേ. പിന്നെ ഈ പെഞ്ചു പെൻഗ്വിന് ഒരു മുത്തശ്ശി കൂടിയുണ്ട്. മുത്തശ്ശി പെൻഗ്വിൻ എപ്പോഴും പെഞ്ചു പെൻഗ്വിന് പല പല കഥകൾ പറഞ്ഞു കൊടുക്കും. തന്റെ മുത്തശ്ശി പെൻഗ്വിനിൽ നിന്നും പുതിയ പുതിയ കാര്യങ്ങൾ അറിയാൻ പെഞ്ചുവിന് വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഒരു ദിവസം മുത്തശ്ശി പെൻഗ്വിൻ പെഞ്ചു പെൻഗ്വിനോട് ഒരു വെള്ളി നക്ഷത്രത്തിന്റെ കഥ പറഞ്ഞു കൊടുക്കുന്നു. നിനക്കറിയാമോ, 40 വർഷത്തിൽ ഒരിക്കൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരു ദിവ്യ നക്ഷത്രമാണ് ഈ വെള്ളി നക്ഷത്രം. ആണോ മുത്തശ്ശി? അതെ. ഇത് കാണപ്പെടുന്ന സമയത്ത് ഇതിനെ നോക്കി മനസ്സിൽ എന്ത് വിചാരിച്ചാലും അത് നടക്കും എന്നാണ് പൂർവികർ പറയുന്നത്. ആണോ? മുത്തശ്ശി കണ്ടിട്ടുണ്ടോ? അങ്ങനെ എല്ലാവർക്കും അവിടെ പോകാനുള്ള ഭാഗ്യമൊന്നും ഉണ്ടാവില്ല. വളരെ ദൂരത്തിലാണ്. മുത്തശ്ശിക്ക് ആഗ്രഹമുണ്ടായിരുന്നോ പോകാൻ? അന്ന് ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. ഇപ്പോ എനിക്ക് പ്രായമായില്ലേ, നടക്കില്ല. അങ്ങോട്ടൊന്നും ഇനി പോകാൻ എനിക്ക് വയ്യ. ഇനി എപ്പോഴാ ആ നക്ഷത്രം വരിക മുത്തശ്ശി? വരുന്ന പൗർണമി അർദ്ധരാത്രി വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ഒരു കുന്നിൻ പുറത്ത് പോയാൽ അതിനെ കാണാൻ കഴിയും. ഇത് കേട്ടതും പെഞ്ചു പെൻഗ്വിന് വെള്ളി നക്ഷത്രത്തിനെ കാണാനുള്ള ആകാംക്ഷ കൂടി കൂടി വന്നു. മോളെ, പക്ഷേ അവിടെ പോകുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലോ. അതെന്താ മുത്തശ്ശി അങ്ങനെ? അവിടെ വലിയ വലിയ ഹിമക്കരടികളുണ്ടത്രേ. അതുകൊണ്ടിപ്പോ അവിടെ ആരും അങ്ങനെ പോകാൻ ശ്രമിക്കാറില്ല. പെഞ്ചു പെൻഗ്വിൻ മുത്തശ്ശി പറയുന്ന വെള്ളി നക്ഷത്രം ഇപ്പോൾ തന്നെ കാണണം എന്ന് മനസ്സിൽ ഉറപ്പിക്കുന്നു. നിഷ്കളങ്കയായ പെഞ്ചു ഒരു വാശിപ്പുറത്ത് വെള്ളി നക്ഷത്രത്തിനെ കാണണം എന്ന് മനസ്സിൽ ഉറപ്പിക്കുന്നു. പെഞ്ചു പെൻഗ്വിൻ മുത്തശ്ശി പെൻഗ്വിനോട് പോലും പറയാതെ വെള്ളി നക്ഷത്രത്തെ കാണാൻ പോകുന്നു. നിങ്ങൾക്ക് ഇതിൽ നിന്നും എന്താ മനസ്സിലായത്? അല്ല, അതും ഞാൻ തന്നെ പറയാം. അതിനു മുന്നേ ആ പെഞ്ചു പെൻഗ്വിൻ എവിടെ പോയി എന്നല്ലേ?
അതിന് ഇപ്പോഴും ഒരു ഉത്തരമില്ല. അവൾ എവിടെയോ വിദൂരതയിലേക്ക് പോയെന്ന് പറയപ്പെടുന്നു. അവൾ അവളുടെ ലക്ഷ്യങ്ങൾ തേടിപ്പോയി. ഓശോ, നീയും നീലക്കുറിഞ്ഞി പൂക്കളെ തേടി പൊക്കോ. നമ്മൾ എപ്പോഴും നമ്മളുടെ ലക്ഷ്യങ്ങളെ തേടി പോകണം. മാർഗങ്ങൾ എത്ര കഷ്ടമുള്ളതാണെങ്കിലും